മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ. ഈ മുടി ഒത്തിരി ഉള്ളതുകൊണ്ട് എന്തായാലും കെട്ടി വെച്ചാലും ഇരിക്കത്തില്ലേ. അയ്യോ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ന്യൂസിനകത്തൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിനകത്തെല്ലാം ഇപ്പം വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടപ്പിലാക്കിയ സൗജന്യ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, ഓക്കെ ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം കൂടെ സർക്കാരൊന്ന് നടത്തി തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെന്ത് കാര്യമാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്ന കുറച്ച് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര സുഖകരമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ജോലിക്ക് പോകുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാട്ടോ. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് എനിക്കൊന്നും ഒരു യൂസ്ഫുള്ളുള്ള കാര്യമല്ല. ഞാനെങ്ങോട്ടും പോകുന്നില്ലാത്തവരുടെ കാര്യമാണേ. പോകുന്നുള്ളവർക്ക് നല്ല ഗുണമുള്ള കാര്യമാണ്. ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ പറയാൻ വേണ്ടി വന്നത്, ഒരു കാര്യം കൂടി സർക്കാർ ഒന്ന് മുന്നിട്ടെടുത്ത് ഒന്ന് ചെയ്യുവാനും നല്ലതായിരുന്നു. കാരണം നമുക്ക് കണക്റ്റീവ് വർക്ക് പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് 2 പ്രാവശ്യം നമുക്ക് ഗഡു കിട്ടി. ഫസ്റ്റ് ഏപ്രിലും മെയ്യിലും കിട്ടി. ജൂണിൽ അത് സ്റ്റോപ്പായിപ്പോയി. കാരണം ഇനി അത് കിട്ടുമെന്ന് പോലും അറിയത്തില്ല. കാരണം ഒത്തിരി പ്രതീക്ഷിച്ചാണ് നമ്മൾ അത് കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് അത് കിട്ടിയത്. ഇപ്പം അതിനായിട്ട് തന്നെ കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. കാരണം ഒരു നേരത്തെ എന്നല്ല, ഒരു ഫോണിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോണിൽ റീചാർജ് ചെയ്യാൻ പോലും ഗതിയില്ലാണ്ടിരിക്കുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം മറ്റുള്ളവരോട് ചോദിക്കേണ്ട വരുന്ന അവസ്ഥയിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ഇൻക്ലൂഡിങ് മീ. ഞാനും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടിൻ്റെ അടുത്ത് പോയി അത് തരാമോ ഇത് തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എത്ര വയസ്സ് തൊട്ട് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ല കേട്ടോ, എത്ര വയസ്സ് തൊട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. എന്തായാലും 25 വയസ്സ് തൊട്ട് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്കാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പം അത് ഗേൾസിനും ബോയ്സിനും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ എന്തായാലും നിർത്തിപ്പോയി ഗൈസ്. ഇനിയുള്ള വരുമോ എന്നറിയത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതാണ് വിലക്കയറ്റം. നമ്മുടെ സാധനങ്ങൾക്കെല്ലാം ഒരുപാട് വില കൂടുതലാണ്. ഇപ്പോൾ പാലിൻ്റെ കാര്യം തന്നെ എടുത്താൽ, പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 28 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 25 രൂപയ്ക്ക് എങ്ങാണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാല് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പാലിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 രൂപ. അതുപോലെ തന്നെ തൈരിന് ഏകദേശം 40 കൂട്ടി എങ്ങാണ്ടായിട്ടുണ്ട്. 40 38 എത്രയായിട്ടുണ്ട്. അപ്പം സാധനങ്ങളുടെ വില കയറുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നേഴ്സുമാർക്ക്, ലാബ് ടെക്നീഷ്യന്മാർക്ക്, അങ്ങനെയുള്ള കുറേ സാലറികൾ ടീച്ചേഴ്സിന്, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവരൊക്കെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി എടുക്കുന്നവരുണ്ട്. എന്നാൽ കഷ്ടപ്പാട്, ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ ആ ശമ്പളത്തിന് വേണ്ടി ഇവർ ജോലി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വില കയറ്റത്തിനനുസരിച്ച് ഇവർക്കൊന്നും സാലറി കൂടുന്നില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരതിനനുസരിച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൂലി അവർക്ക് കൊടുക്കേണ്ടത്. നമുക്ക് സാധനങ്ങൾക്ക് മാത്രം ഇങ്ങനെ വില കൂട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അതും കൂടെ ഗവൺമെൻറ് ഒന്ന് നടപ്പിലാക്കി തന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ 1000 രൂപ അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് 1000 എന്നല്ല 100 രൂപയാണേലും അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അതും കൂടെ ഒന്ന് എങ്ങനെയും ഒന്ന് തന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചുമ്മാ ഒന്ന് വീഡിയോയിലൂടെ ഒന്ന് പറയണമെന്ന് ഓർത്തു. അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. കാരണം നമ്മുടെ ഇപ്പം എല്ലാ സാധനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വില കൂടി വരുന്നതിനനുസരിച്ചുള്ള ഒരു കൂലിയോ കാര്യങ്ങളോ പോലും നമുക്ക് കിട്ടുന്നില്ല.
അപ്പം ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇപ്പം ഇൻക്ലൂഡിങ് മൈ ഹസ് വരെ. അപ്പം മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ഇവർക്കൊന്നും സാലറി ഇൻക്രിമെൻ്റ് ഇല്ല, ഒരിക്കലുമില്ല. ആ ഏത് എമൗണ്ടിലാണോ അത് വർക്ക് ചെയ്താലും അങ്ങനെ ഓവർ ടൈം ചെയ്താലും എല്ലാം ഈ ഒരു സെയിം പൈസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതൊന്നും ഷെയർ ചെയ്യണമെന്ന് ഓർത്താണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. വീഡിയോകളൊക്കെ ഇനി അടുത്ത മാസം തൊട്ട് നമ്മൾ ഓക്കെ ആക്കി സെറ്റാക്കി വരുന്നതായിരിക്കും. എന്നാ പറയുക, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ടെൻഷനുമില്ല. പിന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളാണ്, നടുവേദന, പനി, ചുമ, ജലദോഷം ഇതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയാൻ സാധിക്കാറില്ല, അതാണ് മെയിനായിട്ടും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനി തൊട്ട് വീഡിയോ കണ്ടിന്യൂസ് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.